നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സവല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാ കാഞ്ഞിരപ്പള്ളിക്കാർക്കും കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സിലുള്ള എല്ലാവർക്കും അക്കരപ്പള്ളി തിരുനാൾ ആശംസകൾ നേരുന്നു. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രം, ഒരു വിശ്വാസ കേന്ദ്രമാണ് അക്കരയമ്മ. അക്കരയമ്മയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് ഒരു വികാരം തന്നെയാണ്. വിദേശത്തിരുന്ന് ഇരിക്കുന്നവർക്ക് പോലും അക്കരപ്പള്ളി തിരുനാൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രദക്ഷിണം അല്ലെങ്കിൽ റാസായൊക്കെ പറയുന്ന വലിയൊരു കാര്യം. നമ്മുടെ ഈ സ്റ്റോറിൻ്റെ മുന്നിൽ കൂടെ, നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെയാണ് റാസ കടന്നു പോകുന്നത്. വൈകുന്നേരം 6:15 പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ എല്ലാ അക്കരയമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. അക്കരയമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് പോകുന്നത് തന്നെ. അക്കരമ്മയുടെ പൊന്നുമോൻ്റെയും ആ ഒരു തിരുക്കുടുംബത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിലനിന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് ഇസബെല്ല. അപ്പം ആ തിരുനാളിന് എല്ലാ വന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് സെമി കാഞ്ചീപുരം സാരികൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരിതാണ്. കാഞ്ചീപുരം സാരികളിൽ വളരെ ബഡ്ജറ്റ് റേറ്റിലുള്ള സാരീസ്. കാഞ്ചീപുരം സാരികൾ നമുക്കറിയാം എത്ര സോഫ്റ്റാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടേക്ക് വരുമ്പോൾ ഹെവിയാണ് അതിൻ്റെ ആ ഒരു ബോർഡർ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്, എന്നാ പറയുന്നത്, ആ ഒരു സിൽക്കി സ്റ്റഫ് എല്ലാം കൂടെ ഒരു അടിപൊളിയാണ്. ഇതുണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം. ഇത് നല്ല ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇതിൻ്റെ ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിച്ചത്. ഭയങ്കര രസമാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ പോലെ തോന്നിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു രാമാഗ്രീൻ്റെ അല്ലെങ്കിൽ ഒരു സഫയർ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ ഒരു ഇത് കൊടുത്തിരിക്കുക ബോർഡറേലും. നല്ല രസമാണ്. പിന്നെ കാഞ്ചീപുരം എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പം ഒത്തിരി പേരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഭയങ്കര ഓവർ റേറ്റ് ആണെന്നുള്ള ഒരു കാഞ്ചീപുരത്തെ സാരികൾക്ക് ഉറപ്പായിട്ടും റേറ്റ് ഉണ്ട്. പക്ഷേ അത് ബഡ്ജറ്റ് റേറ്റിലുള്ളതുകൊണ്ട് നമ്മളിപ്പം ഒരു ബ്രൈഡലിനുള്ള വെഡ്ഡിങ് സാധനങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അല്ലാതെ ഒരു ബ്രൈഡൽ ഒഴികെയുള്ളവർക്കുള്ളത് അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പയ്യെ കടക്കണം എന്നാണ്. ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടെങ്കിൽ നടക്കും. പക്ഷേ ബ്രൈഡിന് ബാക്കി എല്ലാവർക്കും ഉള്ളത് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നാ പറയുന്നത്, ഗൗണ്, ലാച്ച അങ്ങനത്തെതെല്ലാം ഇപ്പം നമ്മുടെ ഈ ഷറാറ അങ്ങനത്തെ ഹെവി വർക്ക് ചെയ്ത് സ്റ്റോൺ വർക്ക് ചെയ്ത ഷറാറയൊക്കെ ഉണ്ട്. അതേസമയം ലാച്ച അങ്ങനത്തെ സാധനങ്ങൾ നമ്മളങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ വരും ദിനങ്ങളിൽ ആഡ് ചെയ്യപ്പെടും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ കാഞ്ചീപുരം സാരി വന്നിരിക്കുന്നു. ബഡ്ജറ്റ് റേറ്റിലുള്ള കാഞ്ചീപുരം സാരികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗം വാങ്ങിക്കാം. ഒത്തിരി സ്റ്റോക്കില്ല, എന്നാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇതിലും റേറ്റുള്ള സാരികൾ, കാഞ്ചീപുരം അല്ലാത്ത സാരികൾ, ടസറിൻ്റെ സാരികളെല്ലാം നമുക്ക് വരാറുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബോഡിയും ബോർഡറും. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ബൂട്ടാസ് പോലെ പോയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഇരിക്കും. പിടിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് കാഞ്ചീപുരം സാരികൾക്കകത്ത് പലതിനകത്തും ഗോൾഡും സിൽവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ലക്ഷങ്ങളുടെ സാരികൾ വരുമ്പോൾ ഇപ്പോൾ ഗോൾഡ് മിക്സ് ചെയ്യണമെങ്കിൽ ആ സാരിക്ക് എത്ര വില ഇടണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സിൽവറിൻ്റെ അല്ലെങ്കിൽ പലപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ നൂലയിലാണ് സിൽവർ മിക്സ് ചെയ്തിട്ട് ഇടുന്നതെന്നൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് കേൾക്കാം. ഗോൾഡൊക്കെ മിക്സ് ചെയ്ത സാരികൾ വരുമ്പോൾ ആവതുപോലെ ഇപ്പോഴത്തെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയും കണ്ട ഒരു പവനൊക്കെ പറയുന്നുണ്ട്. ഇതങ്ങനത്തെ സാരികളൊന്നുമല്ല. ഇത് കാഞ്ചീപുരം സാരി എന്ന് പറയുന്ന സാരി. പക്ഷെ ആ കാഞ്ചീപുരം സാരിയുടേതായ കാഞ്ചീപുരം സാരികളുടേതായ എല്ലാ മേന്മകളും ഉണ്ട്. അതിന് കിട്ടേണ്ട സുഖങ്ങളും എന്താ പറയുക, സോഫ്റ്റ്നെസ്സും ആ സിൽക്കിനെസ്സും ആ സ്റ്റഫിലുള്ള ഇതുമെല്ലാം നിങ്ങൾക്ക് കിട്ടും. അത് ഷുവറാണ്. അടിപൊളിയായി ഈ ഇത്തരമൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാകും കേട്ടോ. ആ ഒരു മുന്താണിയിലൊക്കെ ഉള്ളത് ഈ കാര്യം നമ്മൾ ബനാറസി സാരിക്കല്ല ഈ ഒരു മുന്താണിയും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ്. അതിൻ്റെ വീവിങ് ഉണ്ട്. ഇതിൻ്റെ അകവശം ഇത് എത്ര ഇതായിട്ടാണ് വീവ് ചെയ്തിരിക്കുന്നത് നോക്ക്. നമുക്ക് ഈ ഫ്രണ്ട് പോലെ തന്നെയാണ് ബാക്കിനും വീവിങ് തോന്നുന്നത്. ഇതിൻ്റെ വീവിങ്ങാണ്. പിന്നെ ബ്ലൗസ് വന്നിട്ട് വേണ്ട ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ല, ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ ഉണ്ടെന്ന്. ആ ഒരു ഫീല് ബ്ലൗസിന് തോന്നിക്കും. അതുപോലെ കയ്യിൽ ഇങ്ങനെ ഒരു ബോർഡർ. നല്ല ഭംഗിയായിട്ട് എടുക്കാൻ നല്ല സാരിയാണ്. റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇത് മേളത്തെ ബോർഡർ ഇങ്ങനെ ഇരിക്കും, താഴത്തെ ബോർഡർ ഇങ്ങനെ ഇരിക്കും.
ഇനി അടുത്ത കളർ ഷെയ്ഡാണ്. സെയിം തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്. അതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ടുള്ള കളർ ചേഞ്ച് മാത്രം. ഇത് പീച്ചാണ് ബോഡിക്ക് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നല്ലൊരു ലീഫ് ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഒപ്പം ഒരു നല്ല റാണി പിങ്ക് ഇതും കൂടെ അതിൻ്റെ കൂടെ ഡിസൈനും കൂടെ പോയിട്ടുണ്ട്. ഇതിന് ഒരു ഡബിൾ ഷെയ്ഡ് ഫീലാണ് തോന്നുന്നത്. അപ്പോൾ തനി പീച്ചല്ല, പീച്ചിൽ ഗ്രീനിൻ്റെ ഒരു നിഴൽ ഇങ്ങനെ അടിക്കുന്ന പോലെ ഡബിൾ ഷെയ്ഡ് തോന്നുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഈ നമ്മുടെ പേസ്റ്റൽ കളറുകൾ ഇപ്പം ബ്രൈഡ്സ് എല്ലാം ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞ പോലെ പേസ്റ്റൽ കളറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാം. കണ്ടോ, ഇതത് ഇങ്ങനെ മുന്താണി കൂടെ കാണിക്കാം. ഇതാണ് മുന്താണി. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇത് പിടിക്കണം, അന്നേരമാണ് അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. മറ്റുള്ള സാധാരണ സെമി സിൽക്ക് സാരിയിലൊക്കെ മുന്താണി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 850-900 രൂപയുടെ സാരിയെ പോലും മുന്താണിക്ക് ഇത്രയും ഇതുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്, ആ കൂളിങ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് ശരിക്കും വ്യത്യാസമാണ്. ഇത് വരും ബ്ലൗസ്. എന്താ ആ ഒരു ലീഫ് ഗ്രീൻ്റെ ഷെയ്ഡിലുള്ള ബ്ലൗസ് വിത്ത് ബോർഡർ. സാരി ഇങ്ങനെ ഇരിക്കും. മറ്റേത് ആദ്യം കണ്ടത് തന്നെ സെയിം തന്നെ അടിപൊളിയായിട്ടുള്ള സാരി. ഈ ബഡ്ജറ്റ് റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ. ഇതാ അടുത്തത് കാഞ്ചീപുരം സാരി അല്ല, നല്ല സിൽക്ക് സാരി തന്നെയാണ്. നമ്മുടെ ഈ ബിന്നിപ്പട്ടൊക്കെ പോലത്തെ തന്നെ സിൽക്ക് സാരിയാണ്. കണ്ടോ, നല്ലൊരു പീക്കോക്ക് ബ്ലൂ വിത്ത് നേവി ബ്ലൂ, പിന്നെ കോപ്പർ വീവിങ് ആണ് ബോഡിയിലും ബോർഡറിലും എല്ലാം പോയിരിക്കുന്നത്. മുന്താണിയും കൂടെ നോക്കട്ടെ. ഇതാ മുന്താണി വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള കോപ്പർ വീവിങ്. എനിക്ക് ഈ കോപ്പർ വീവിങ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഈ ഇവിടുത്തെ ആ ഒരു ടെമ്പിൾ ബോർഡറൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. എന്നാ രസമാണ് നോക്കുക. ടെമ്പിൾ ഡിസൈനും അതും ആ ബ്ലൂവും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ഇത്. ബ്ലൗസ് വരുമ്പോൾ വേണ്ട ഇങ്ങനെയാണ് വരുന്നത്. ആ ടെമ്പിൾ 6 ആഗ് ഡിസൈൻ, ടെമ്പിൾ ബോർഡർ കൈക്ക് വന്നിട്ട് 6 ആഗ് ഡിസൈൻ ബോഡിക്ക് വരുന്ന അടിപൊളിയാണ് ബ്ലൗസ്. ആ ബ്ലൗസ് സാരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. സത്യമായിട്ട് ഞാൻ പറയാം, അത് നല്ല ഈ റേറ്റിന് ഇത്ര നല്ല സോഫ്റ്റ് സിൽക്കാണ്, നല്ല കൂടിയ പട്ടിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ് ഇതിനുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് വെറുതെ ഇരുന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ച് ചോദിക്കത്തില്ല ഇതങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നല്ല കൂടിയ പട്ടിന് കിട്ടുന്ന ഒരു സോഫ്റ്റ്നെസ്സും ഫിനിഷിങ്ങുമാണ് ഈ 1290 രൂപയ്ക്ക് ഇത് തരാൻ പറ്റുന്നത്. എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ എനിക്ക് ദൈവം പോയി കണ്ടെത്തിപ്പെടാൻ പറ്റിയല്ലോ. പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഇത് ഇവിടെയൊക്കെ കണ്ടെത്തിപ്പെടാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതിനൊക്കെ അല്ലാതെ ഒന്നും നടക്കില്ല. നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് നല്ല മേഖലകളിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുണ്ടായല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഭയങ്കര അഭിമാനം ഫീൽ ചെയ്യുന്നു. ദൈവത്തിനോട് നന്ദി അതിലേറെ ഫീൽ ചെയ്യുന്നു. ഇതുണ്ട നല്ല സാരിയാ, ധൈര്യമായിട്ട് വാങ്ങിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. ഇത് ഞാൻ സാരിക്ക് ഒത്തിരി അവരുടെ പുറകെ കുറേ നടന്നു. ഭാഷ വേറെയാണ്, എന്നിട്ട് പോലും അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ തട്ടിക്കൂട്ടി എന്നിട്ട് ഞാൻ അവരുടെ പുറകെ നടന്നു. എനിക്കിതിന് സ്റ്റോക്ക് കുറേ കൂടെ എത്തില്ല. അപ്പം അവർ പറഞ്ഞു അത് വീവ് ചെയ്ത് തരാം, സമയം എടുക്കൂലേ, അതാ കുഴപ്പം. ഇത് ഇനി സെമി കാഞ്ചീപുരത്തിൻ്റെ മറ്റൊരു സ്റ്റഫ്. ഇതും വളരെ ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ്. നല്ല ഒരു പാരറ്റ് ഗ്രീനും ഇതിപ്പോൾ ഇതിനെല്ലാം ഒരു ഡബിൾ ഷെയ്ഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ബോഡിയിലുള്ള ഈ ബൂട്ടാസില്ലേ, അത് ഇങ്ങനെ നിറച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഒരു നിഴല് പോലെ ഡിം നിഴല് പോലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെളിഞ്ഞല്ല നിൽക്കുന്നത്. ആ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു മിക്സിനകത്ത് മങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. മുന്താണി വരുമ്പോൾ വേണ്ട ഇങ്ങനെ ഉണ്ടോ, ഒരു റാണി പിങ്ക് പീച്ചും എല്ലാം കൂടെ കൂടി ഇതിൻ്റെ എല്ലാം കൂടെ മിശ്രണമായിട്ടുള്ള ഒരു മുന്താണിയാണ് വരുന്നത്. അതിൻ്റെ ഫോൾഡിങ് പോലും വേറെ രീതിക്കാണ്. ഇത് ബോർഡർ വരുമ്പോൾ ദേ ഇങ്ങനെ ബോർഡറാണ് അതിൻ്റെ ഏറ്റവും അഴകായിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമാണ് ബോർഡർ കാണാൻ. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ സേവ് ദ ഡേറ്റിന് തലേ ദിവസം ഒക്കെ ബ്രൈഡിന് പോലും ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. എന്തിനാ ഒത്തിരി ബഡ്ജറ്റ് അങ്ങോട്ട് ഒരു കല്യാണമാമ, അതിനെപ്പറ്റി നമ്മൾ പറയാം. ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ നീ നോക്ക്. എന്നെ രസമാണ് ഈ ഒരു കോമ്പിനേഷൻ. നിങ്ങൾ നോക്ക്, എന്നാ രസം നോക്ക്. ഈ ഒരു പച്ചയും ഈ ഒരു റാണി പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് മജന്ത അല്ലെങ്കിൽ വാടാമുല്ല ഷെയ്ഡിലുള്ള അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് പിന്നെ മഞ്ഞച്ചരടിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ പോലെ അടിപൊളി മഞ്ഞയും മസ്റ്റാർഡ് യെല്ലോടെ ഒരു
മസ്റ്റാർഡ് യെല്ലോ ഒന്നും തനിക്ക് പറയത്തില്ല. ഇങ്ങനെ ഇത് ഡാർക്ക് വാടാമുല്ല ഷെയ്ഡ്. ബോർഡർ കാണിച്ച് അടിപൊളി അതിൻ്റെ ബോർഡർ. ഈ ബോർഡർ ഈ മുന്താണി കാണിച്ചു തരാം. ഇതിൻ്റെ ഒന്ന് റേറ്റ് എത്രയാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അറിയത്തില്ല. സെമി കാഞ്ചീപുരമാണെന്ന് എനിക്കറിയാം. ഈ റേറ്റിനൊക്കെ ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സത്യം എപ്പോഴും പറയണ്ട. ഭയങ്കര ഹാപ്പിനെസ്സാണ് ഈ ഒരു നമ്മളൊരു കാര്യത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ ഒരു അനുഗ്രഹം കിട്ടുക, ഒരു ബ്ലെസ്സിങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. നോക്ക് ഇന്ന രസം നോക്ക്, നിങ്ങൾ നോക്ക്. പിന്നെ ഇത് പട്ടാണ്. ഇത് കഴിയുന്നത് ട്രൈവാഷ പാടുള്ളൂ. പട്ടിനെയും പൊന്നിനെയും ഒക്കെ നമ്മൾ അതുപോലെ സൂക്ഷിക്കണ്ടേ കുട്ടി. അല്ലാതെ അയ്യോ ഇത് കഴുകാൻ പറ്റത്തില്ല എന്നൊക്കെ വെച്ച് കഴുകാൻ ഇത്ര ആഗ്രഹമാണോ? മുന്താണിക്ക് ടാസിലൊക്കെ കൊടുത്ത് നൂലൊക്കെ കെട്ടി അടിപൊളിയായിട്ട്. ഇനി ഞാൻ അടിപൊളിയായിട്ടുള്ള കുറച്ച് ചുരിദാർ സെറ്റാണ് കാണിക്കുന്നത്. പ്രീമിയം കളക്ഷൻസ് ആണ്. എടുത്തെടുത്ത് പറയുക പ്രീമിയം കളക്ഷൻസ് ആണ് എന്നും പറഞ്ഞ് ഹെവി പ്രീമിയം അല്ല, നോർമൽ സാധനമല്ല എന്ന് മാത്രം. ഇച്ചിരി പ്രീമിയമാണ്, എന്നാൽ ഓവർ പ്രീമിയം അല്ല. അത് ചിന്തിച്ചുകൊള്ളുക. അല്ലെ പറയും റേറ്റ് ഭയങ്കര കൂടുതലാന്ന് പറയും. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊക്കിൽ ഒതുങ്ങാത്തത് നല്ല അർത്ഥം. ഇച്ചിരി എല്ലാം കൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം. ത്രെഡ് ഇതാണ്. ടിഷ്യൂ സിൽക്കിൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ് ബോഡിക്ക്. അതിനൊരു ഹാൻഡ്ലൂമിൻ്റെ അല്ല, ഹാൻഡ്ലൂമിൻ്റെ ഒരു വീവിങ് ഫീൽ ചെയ്യും. കോട്ടണേ അല്ല, സിൽക്കാണ്. ടിഷ്യൂവിൻ്റെ സോഫ്റ്റ് സിൽക്കാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ത്രെഡ് വർക്കാണ്. ഈ നെക്കിലെ ത്രെഡ് വർക്കാണ്. അടിപൊളിയാണ്. ഇത് ഭയങ്കര നമുക്ക് ബോഡിക്ക് നല്ല ഒരു ലുക്ക് തോന്നിക്കും ഈ ഒരു ത്രെഡ് വർക്ക് ഫ്രണ്ടിൽ തന്നെ ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ സാൻഡോൺ ബോട്ടം വിത്ത് ലൈനിങ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹെവിനെസ് കണ്ടിട്ട് വിത്ത് ലൈനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വരും അതിൻ്റെ ദുപ്പട്ട. കണ്ടോ ഈ ഒരു നല്ല ഇതായിട്ടുള്ള ദുപ്പട്ട. നല്ല ഗ്രാൻഡായിട്ട് ഫങ്ഷനുകൾക്ക് പോകാം. ഇതിന് ചേരുന്ന ഒരു നല്ല ഡാർക്ക് കളറുള്ള നല്ല പിങ്കോ റാണി പിങ്കോ ഒക്കെ ഷെയ്ഡിലുള്ള ഈ ഒരു പിങ്കൊക്കെ ഷെയ്ഡിലുള്ള ഒരു നല്ല ഒരു മാലയും കൂടി ഒക്കെ ഇടുകയാണെങ്കിൽ, പേളുമാലയൊക്കെ കൂടി ഇടുകയാണെങ്കിൽ അടിപൊളിയാണ്. അടുത്തത് നോക്ക്, ഒരു ക്രഷ് ഫാബ്രിക്കിലാണ്, സിൽക്കി ക്രഷ് ഫാബ്രിക്ക് വന്നിരിക്കുന്ന ഒരു ചുരിദാർ സെറ്റാണ്. ഇതിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ സിൽക്കി ക്രഷിൽ ചെറിയൊരു ഗ്ലോയി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഫുള്ള് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. അടിപൊളിയാണ്. താഴത്തെ ദാമൻ പോർഷന് നല്ല രസമാണ്. ഇതാണ് ഓൾ ഓവർ ബോഡി. ഇങ്ങനെ ഇരും. നല്ലൊരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഫംഗ്ഷന് പോകണമെങ്കിൽ ഉപയോഗിക്കാൻ ഒത്തിരി നല്ലതാണ്. അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് സാൻഡോൺ ബോട്ടമാണ്. വിത്ത് ലൈനിങ് ആണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. വിത്ത് ലൈനിങ് ആണ് എല്ലാം നോക്കുന്നത്. ടോപ്പും ബോട്ടം മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് ബോട്ടം. വിത്ത് ലൈനിങ് ചിലപ്പോൾ കാണും കേട്ടോ, ഒന്ന് അടിച്ച് നോക്കിയാൽ അറിയാം. കാരണം ഇങ്ങനത്തേനൊക്കെ വിത്ത് ലൈനിങ് ചിലതിന് വരും. ഇത് തന്നെ വരും. ഇതിൻ്റെ ക്രഷിൻ്റെ ഹെവിനെസ് കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് കണ്ടോ, ദുപ്പട്ട നല്ല ആ ഒരു ലേസ് ഫിനിഷിങ്ങും ഒക്കെ കൊടുത്ത് നല്ലൊരു കൂളിങ് എഫക്റ്റ്. കണ്ണിനൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ. ഇപ്പം മാമോദീസ അങ്ങനത്തെ ഫങ്ഷനുകൾക്കൊക്കെ ഇടുന്ന ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇത്. അടുത്തത് കാണിക്കാൻ പോകുന്നില്ലേ, ഇത് കണ്ടാൽ തോന്നും ഭയങ്കര ഹെവി ആയിട്ടിരിക്കുകയാണ്. ഷോളാണ് അതിൻ്റെ ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്. പ്യുവർ ക്രേപ്പ് ജോർജറ്റിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഇത് കണ്ടോ, ഇങ്ങനെ ലക്നോവി വർക്ക് പോലെ കൊടുത്തിട്ടുള്ള നല്ലൊരു ചുരിദാർ സെറ്റ്. അതിൻ്റെ ദാമൻ പോർഷനിലാണ് അതിൻ്റെ മെയിൻ വർക്ക് പോയിരിക്കുന്നത്. ഇത് കണ്ടോ, ആ ലക്നോവി വർക്ക് പോയിരിക്കുന്നത് ദാമൻ പോർഷനിലാണ്. ബോഡിയിലും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ഒരു ദുപ്പട്ടയാണ്. ഫുള്ള് ലക്നോവി വർക്ക് ചെയ്ത അടിപൊളി. അത് വിലയും അതിനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ ഇത്രയും നല്ലതെടുത്തിട്ട് വേറെ ഇത് തന്നെ ഫുൾ ടോപ്പായിട്ടും വരുന്നുണ്ട്. ഈ ദുപ്പട്ടയും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ദുപ്പട്ടയിലെ ഫുൾ വർക്ക് നോക്ക്, കറക്റ്റ് കളറാണ് കിട്ടുന്നത്. നല്ല പിസ്ത ഗ്രീൻ ഷെയ്ഡായിട്ട് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. പേസ്റ്റൽ ഷെയ്ഡ്. ഞാനിതിപ്പോൾ ഓൺലൈനിൽ കാണിച്ചില്ലെങ്കിലും ഷോപ്പിലത് ഉറപ്പായിട്ടും വരുമ്പോഴേ സെയിലായി പോകുമെന്ന് എനിക്കറിയാം. ഞാനിത് വന്നത് ഷോപ്പിൽ വെക്കാതെ കാണിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട്. ഇതിൻ്റെ ക്രേപ്പിൻ്റെ തന്നെ എന്നത് ബോട്ട്. അതിൻ്റെ വേറൊരു ക്രേപ്പിൻ്റെ തന്നെ വേറെണ്ണം. ഇപ്പോൾ ഷോൾ വന്നില്ലേ,
തിരിച്ചു വന്നു. ഇത് ഷോളിൻ്റെ ആ പാർട്ട് വന്നേക്കുന്ന ഇത് ബോഡി ഫുള്ള് ആ ഒരു വർക്കാണ്. നല്ല ഒരു ചിക്കു ഷെയ്ഡ്, നല്ല ഷെയ്ഡാട്ടോ. ഇതിട്ടാൽ ആർക്കും നല്ല കളറും കാര്യങ്ങളും എല്ലാം തോന്നും. ഇത് ഷോളും കൂടെ ഇങ്ങനെ നോക്കിക്കോട്ടെ. അതിൻ്റെ ഷോൾ വരുമ്പോൾ മറ്റേതിൻ്റെ ബോട്ടം വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. കണ്ടോ, സൈഡ് മാത്രം ആ ഒരു വർക്ക്, ബോഡിയെ ഫുള്ള് ഇങ്ങനെ. ഇത് രണ്ടും തിരിച്ചു വന്നു, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാം തനി ഇപ്പോൾ വരുന്ന എല്ലാം അങ്ങനെയാണല്ലോ, ടോൺ ടു ടോൺ ആണല്ലോ. എല്ലാ കളറും ഒരേ കളറാണ്, ടോപ്പിനും ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കും എല്ലാം. ഞാൻ കാണിക്കുന്നത് പ്രീമിയം കളക്ഷനാണ്, അതുപോലെ തന്നെ പാർട്ടി വെയറുമാണ്. ഇതാ അടുത്തത് നല്ല ഒന്നാന്തരമായിട്ടുള്ള സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന, ഇത് ദാമൻ പോർഷനാണ്, ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ചുരിദാർ സെറ്റ്. നല്ല ഭംഗിയാണ്, നല്ല സിൽക്കിയാണ് മെറ്റീരിയൽ. ഫങ്ഷനുകൾക്കൊക്കെ നല്ലതാണ്, നല്ല തിളങ്ങി നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ്. കണ്ടോ, ഇത് വരും ബോഡിയെ ഫുള്ള് ഈ ഒരു ചെറിയ നല്ല പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ബൂട്ടാസ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണെന്നാണ്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ നോക്ക്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. അടിപൊളി ദുപ്പട്ടയല്ലേ, നോക്ക് കണ്ടോ, രസം, നല്ല ഭംഗിയായിട്ട്. ടെസറിനെയൊക്കെ കഴിഞ്ഞും ഒരു പടി കവച്ച് വെക്കാൻ പറ്റുന്ന അത്രയും നല്ല സിൽക്കി സ്റ്റഫാണ്. ദുപ്പട്ടയും നല്ല നീറ്റായിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പേസ്റ്റൽ കളർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എംബ്രോയ്ഡറിക്കും പേസ്റ്റൽ കളറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡാർക്ക് കളർ നല്ല ഭംഗിയാണ്. ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാനുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് എത്രത്തോളം ഇഷ്ടം വരുന്ന രീതിക്കാന്ന് എനിക്കറിയത്തില്ല. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാവേ. ഈ സാധനമുള്ളത് എൻ്റെ ഒരു ബുദ്ധിമുട്ട്. നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. ഇത് വരും ബോട്ടം, ഇത് വരും ദുപ്പട്ട. ഉണ്ടോ, അത് ഫുള്ള് നല്ല കളർ ഫീൽ ചെയ്യും കേട്ടോ. കളറുള്ളവർക്കും കളറില്ലാത്തവർക്കും ഇരുനിറക്കാർക്കും എല്ലാവർക്കും നല്ല കളർ ഫീൽ ചെയ്യുന്ന കളേഴ്സാണ്. അടുത്തത് ലാവണ്ടർ, നല്ല ലാവണ്ടർ ടോപ്പ്, ഷോൾ. ഈ ടോപ്പിൽ ഫുള്ള് പ്ലെയിനാണ്, പക്ഷെ അവിടെ ബുട്ട പോയിട്ടുണ്ട്. പക്ഷെ ഷോള് നിറച്ചും ഹെവി ആയിട്ടല്ല, നിറച്ചും വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി എടുത്ത് കിട്ടും. വൺ സൈഡായിട്ടൊക്കെ ഷോൾ ഇടുമ്പോൾ നല്ലതാണ്. ഇതാ നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. എനിക്കിതിനകത്ത് ഈ പേസ്റ്റൽ കളറുകളായതുകൊണ്ട് ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓഫ് സീസൺ ആണല്ലോ, എന്നാലും പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സമയത്തും എല്ലാം കിട്ടത്തില്ല. ഇനി ഇതെല്ലാം ഇപ്പം കല്യാണങ്ങളുടെ കാലം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സാരി കയറി കാണിക്കുവാണോ. ഇനി എല്ലാവരും ഒത്തിരി ചോദിച്ച ഒരു സാരി, അതുകൊണ്ട് വേഗം കാണിക്കുക. ഈ സാരി എല്ലാവർക്കും ഭയങ്കര ആവശ്യക്കാരാണ്. നമുക്ക് വന്നതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈയിടെ ഞാൻ കാണിച്ചതാണ് ഒരു സിൽക്കിൽ നിറച്ചും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരി. പക്ഷേ വളരെ ബഡ്ജറ്റ് റേറ്റാണ്. മഡ്കാ സിൽക്ക് എന്ന് പറഞ്ഞാൽ മഡ്കാ ടസർ സിൽക്ക് കേട്ടോ. മഡ്കാ ടസർ ചെയ്തിരിക്കുന്നത് നല്ല രസമാണെന്നാണ് ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ. ഇത് നല്ലൊരു പിങ്ക് കളർ, ഡാർക്ക് പിങ്ക്. ഇതാണ് ഫുള്ള് ബോഡി. ബ്ലൗസ് പ്ലെയിൻ. ഇതിൻ്റെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബോഡി സൈഡിൽ സ്കാലപ്പ് ചെയ്തിരിക്കുന്നു. ബ്ലൗസ് വരുമ്പോഴേണ്ട ഇങ്ങനെ വരും. ഇതാണ് ബ്ലൗസ്. നല്ല കളറാണെന്നുള്ളതാണ്. അതിൻ്റെ കളറും ആ സിൽക്കിൽ ആ കളർ വരും. മഡ്കാ ടസർ സിൽക്കിൽ ആ ഒരു കളർ വരുമ്പോഴാണ് ഭയങ്കര അതിന് എടുപ്പ് കിട്ടുന്നത്. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു കളർ എന്ന് പറയുന്നത് പീച്ച്. ഉണ്ടോ, ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുക. എനിക്കറിയത്തില്ല, സ്റ്റോക്ക് കാണുമായിരിക്കാം. അല്ലാതെ ഓൺലൈൻ വാങ്ങാവുന്നവരും വാങ്ങിച്ചു, ആർക്കും കണ്ടാലും ഇഷ്ടപ്പെടും. ഇത് ഡിസൈൻ വ്യത്യാസപ്പെട്ടാണേ, ചെറിയ വ്യത്യാസമുണ്ട് ഡിസൈന്. ഇത് സെൽഫ് ഡിസൈൻ. ഇതൊരു ക്രോസ് സ്റ്റിച്ച് ചെയ്യല്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അങ്ങനെയല്ല, അത് പക്ക എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ്. ഇത്തരം ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന പോലെയാണ് ഇവിടുത്തെ ചെയ്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു സ്കാലപ്പും എല്ലാം ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ എല്ലാത്തിനും പ്ലെയിൻ ആണ്, വിത്ത് ലേസ് കയ്യിൽ വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.